കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൽ ഇത്രയേറെ വനിതാ MLA-മാർ, ചെറുപ്പക്കാരായ MLA-മാർ, പട്ടികജാതി MLA-മാർ ഉണ്ടായൊരു കാലമില്ല. പണ്ട് പട്ടികജാതി സീറ്റ് മിക്കവരും CPM-ആണ്. വനിതകൾ പേരിന് വേണ്ടി മാത്രം, ചെറുപ്പക്കാർ ഇഷ്ടംപോലെ. അതിനൊരു അതിശയകരമായ വിജയമാണ് തുളസിയുടെ. കൊങ്ങാട് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് കോട്ട. ഞാനിവിടെ ആ കൊങ്ങാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ KSU കാലം മുതൽ ഞാൻ സഞ്ചരിക്കുന്നതാണ്. അന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്, ഇന്ന് മാർക്സിസ്റ്റ് കോട്ട. എത്ര വർഷത്തിലാണ് ജയിച്ചത്? 25 വർഷത്തിന് ശേഷം ജയിച്ച് ഞാൻ തുളസിയെ അഭിനന്ദിക്കുന്നു. ഞാൻ സുരേഷോട് പറഞ്ഞു, അധികം ആൾക്കാരുടെ ഉദാന്തന്മാരെ കാണണ്ട, ശ്രീകണ്ഠൻ്റെ ജനതി എനിക്ക് മനസ്സിലാക്കിയാൽ മതി. ശ്രീകണ്ഠൻ എങ്ങനെ പാലക്കാട് ജില്ലയിൽ, പാലക്കാട് കോൺസ്റ്റിറ്റ്യൂൻസിയിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസം, പ്രത്യേകിച്ച് സാധാരണക്കാരൻ, അതുപോലെ അറ്റപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ, അവരുടെ വിശ്വാസം, അവരോടുള്ള പെരുമാറ്റം, അവരോടുള്ള കരുതൽ, അതെല്ലാം ശ്രീകണ്ഠന് കാണിച്ച മാതൃക തുളസി കാണിച്ച മാത്രം. അങ്ങനെ വന്നാൽ കോങ്ങാട് തുളസിയുടെ മണ്ഡലമായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളെല്ലാം ആയിരക്കണക്കിന് കോടി ഒഴുക്കിയതാണ് അട്ടപ്പാടി. ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് ജപ്പാൻ സഹായത്തോടുകൂടി ആകാശത്ത് പറഞ്ഞ പദ്ധതി കൊടുത്തു. ആഘോഷ ഭൂമി മുഴുവൻ അവിടെയെല്ലാം കാട് വെച്ച് ഉപയോഗിച്ചു, വീടുണ്ടായി. പക്ഷേ പിന്നെയും അട്ടപ്പാടി പഴയ നിലയിലാണ്. ഒരു പ്രത്യേക കണ്ണ് അവിടെ കൊണ്ടുവന്നു പറഞ്ഞു. ഞാൻ ഉപദേശിക്കുന്ന കാര്യമല്ല. തുളസി വളരെ സാധാരണ നിലയിൽ നിന്ന് KSU-ൽ നിന്ന് കൂടി പൊരുതി ജീവിതം മുഴുവൻ പോരാട്ടത്തിൽ കൂടിയാണ്, പോരാട്ടത്തിൽ കൂടി വന്ന നേതാവാണ്. അവിടെ അധികം ഉപദേശിക്കാൻ ഞാൻ ആളല്ല. എല്ലാ ആശംസകളും. പോർട്ട്ഫോളിയോ തീരുമാനിച്ചു വന്നില്ല, അതൊക്കെ മുഖ്യമന്ത്രി ചോദിക്കും. സാറിനൊരു അനുഭവം പറ്റി ഇത്രയും ലേറ്റ് ആവേണ്ട കാര്യമുണ്ടോ? ഇതിനേക്കാൾ ലേറ്റായ കാരണങ്ങളുണ്ട്, ഇതിനേക്കാൾ ലേറ്റായ കാരണമുണ്ട്. ഭരണം തുടങ്ങാനൊരു മന്ത്രിസഭാ രൂപീകരണം പോലും ആഴ്ചകൾ നീണ്ടുന്ന കാലമുണ്ട്. ഇതൊക്കെ എത്ര തിടുക്കത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, തീരുമാനങ്ങൾ. ഇന്നലെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ കുറേ പ്രഖ്യാപനങ്ങൾ ഇന്നലെ നടപ്പാക്കി. ഇനി തവണ പത്രം വരട്ടെ. ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, പഴയ ധനകാര്യമന്ത്രി ബാലഗോപാൽ പറയുന്നതും കേരളത്തിൽ ഖജനാവ് പാപ്പരല്ല, 6000 കോടി മിച്ചമുണ്ട്. ഗവൺമെൻറ് പഠിക്കട്ടെ. പാപ്പരെന്നല്ല, പാപ്പർ ഷൂട്ട് കൊടുത്ത് പൂർണ്ണമായി തകർന്നടിച്ചൊരു സാമ്പത്തിക നിലയാണ്. ഞാൻ 2001 വന്നപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മുഖ്യമന്ത്രിയായി എനിക്ക് ഡൽഹിക്ക് പോയ ഇന്ത്യൻ എയർലൈൻസ് കേരള ഗവൺമെൻറ് ടിക്കറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. അതിനേക്കാൾ 10 ഇരട്ടി തകർന്ന രാജമാണ്. എന്നിട്ടും ഇന്നത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ഞങ്ങൾ കുറച്ച് വാഗ്ദാനങ്ങൾ ചെയ്ത് നടപ്പാക്കാൻ തയ്യാറായ സതീശിനെയും ടീമിനെ ഞാൻ അഭിനന്ദിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.